السلام عليكم. الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ ഗൗരവമേറിയതും എന്നാൽ നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതത്തെ സ്വാധീനിക്കുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. قال رسول الله صلى الله عليه وسلم عن أبي برزة الأسلمي رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تزول قدم عبد يوم القيامة حتى يسأل عن عمره فيما أفناه وعن علمه فيما فعل وعن ماله من أين اكتسب وفيما أنفقه وعن جسمه فيما أبلاه. തിർമിദി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹദീസാണിത്. അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖിയാമത്ത് നാളിൽ ഒരു അടിമയുടെയും കാലുകൾ മുന്നോട്ട് നീങ്ങുകയില്ല, ചില ചോദ്യങ്ങൾ ചോദിക്കപ്പെടാതെ. അവൻ്റെ ആയുഷ്കാലത്തെക്കുറിച്ച്, ഏത് കാര്യത്തിനാണ് അത് വിനിയോഗിച്ചതെന്ന്, അവൻ്റെ വിജ്ഞാനത്തെക്കുറിച്ച്, ഏത് കാര്യത്തിലാണ് അത് പ്രയോഗിച്ചത് എന്ന്, അവൻ്റെ ധനത്തെക്കുറിച്ച്, എവിടെ നിന്നാണ് അത് സമ്പാദിച്ചതെന്നും ഏത് കാര്യത്തിനാണ് അത് ചെലവഴിച്ചതെന്നും, അവൻ്റെ ശരീരത്തെക്കുറിച്ച്, ഏതു കാര്യത്തിനാണ് അത് ഉപയോഗിച്ചതെന്നും. നമ്മളെല്ലാവരും വളരെ തിരക്കിലാണ്, പല ലക്ഷ്യങ്ങളോടുകൂടി ഓടുകയാണ്. പക്ഷേ ഒരു ദിവസം നമ്മൾ ഓരോരുത്തരും മരണമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു ചെല്ലുമെന്നും അതൊരു അവസാനമല്ല, മറിച്ച് അവസാനിക്കാത്ത പരലോക ജീവിതത്തിലേക്കുള്ള കവാടമാണെന്നും നമ്മൾ ഓരോരുത്തരും ഓർക്കാറുണ്ടോ? അവിടെ ഈ ലോകത്ത് അള്ളാഹു നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഈ കണക്ക് ബോധിപ്പിക്കാതെ ഒരടി മുന്നോട്ട് വെക്കാൻ പോലും കഴിയുകയില്ലെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. ഇമാം തിർമിദി റഹിമത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ ഹദീസിൽ ഖിയാമത്ത് നാളിൽ ഒരു അടിമയുടെയും കാലുകൾ നീങ്ങുകയില്ല, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയ ശേഷമല്ലാതെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. പരലോകത്ത് ചോദിക്കപ്പെടുന്ന 4 ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിലെ പ്രധാന വിഭവങ്ങൾ ഏത് കാര്യത്തിനാണ് ഉപയോഗിച്ചതെന്ന് ഇവിടെ ചോദിക്കപ്പെടുന്നത്. ഒന്നാമത്തേത് അൻ ഉംരിഹി, ആയുസ്സിനെ കുറിച്ചാണ്, അവൻ്റെ ആയുഷ്കാലത്തെക്കുറിച്ചാണ്. ഏത് കാര്യത്തിനാണ് അത് വിനിയോഗിച്ചതെന്ന്, എന്താണ് ചോദ്യം. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ആയുസ്, അതായത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത്? ആയുസ്സിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ ഒരാളുടെ ജീവിതം മുഴുവൻ ഉൾപ്പെടുന്നു. ഇത് നിലനിൽക്കുന്ന കാലത്തിനാണ് നമ്മൾ ആയുസ്സെന്ന് പറയുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത പ്രഭാതം വരെ ജീവിച്ചിരിക്കുമോ എന്ന് ഉറപ്പില്ലാത്തതിനാൽ ഇന്നത്തെ കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. സമയം പാഴാക്കാതെ ഉൽപാദനക്ഷമമായി അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവൻ വിനിയോഗിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം,
രണ്ടാമത്തെ കാര്യം വാൻ ഇൽമിഹി എന്നാണ്, വിജ്ഞാനത്തെക്കുറിച്ച്. അത് ഏത് കാര്യത്തിലാണ് അവൻ പ്രയോഗിച്ചത്, എന്താണ് അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ നേടിയ വിജ്ഞാനം എന്ത് കാര്യത്തിന് ഉപയോഗിച്ചു. മനുഷ്യർ തേടി നടക്കുന്ന, നേടിയെടുക്കുന്നതിൽ ഏറ്റവും വലിയ സമ്പത്താണ് വിജ്ഞാനം. വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പറഞ്ഞതിനെ കുറിച്ചൊന്നും നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. വിജ്ഞാനം എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കളഞ്ഞുപോയ അവൻ്റെ നിധിയാണ്. അത് എവിടെ കണ്ടാലും അവൻ പെറുക്കിയെടുക്കണം എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം വിജ്ഞാനം, അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ച് നേടിയ അറിവ്, അത് ശരിയായ മാർഗത്തിലാണോ ഉപയോഗിച്ചത് എന്നറിയാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്തു ചെയ്യും? അറിവ് നേടുക മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക. മൂന്നാമത്തെ കാര്യം വഅൻ മാലിഹി, അവൻ്റെ ധനത്തെക്കുറിച്ച്, എവിടെ നിന്നാണത് സമ്പാദിച്ചതെന്നും ഏത് കാര്യത്തിനാണത് ചെലവഴിച്ചതെന്നും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സമ്പത്ത് ഏത് മാർഗത്തിലൂടെയാണ് സമ്പാദിച്ചത്? ഹലാലായ മാർഗത്തിലൂടെയാണോ ഹറാമായ മാർഗത്തിലൂടെയാണോ? ഏത് കാര്യത്തിനാണ് നിങ്ങളത് ചെലവഴിച്ചത്? സമ്പത്ത് ഐഹിക ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. മനുഷ്യൻ സാമൂഹിക ജീവി എന്ന നിലക്ക് സമ്പത്തും അതിപ്രധാനമായ, മനുഷ്യൻ്റെ ജീവിതത്തിന് അതിപ്രധാനമായ ഒരു ഘടകമാണ്. അപ്പോൾ സമ്പത്ത് ചെലവഴിക്കുന്നതിനും സമ്പാദിക്കുന്നതിനും ചെലവഴിക്കുന്നതിനുമൊക്കെ ഇസ്ലാം മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുമുണ്ട്. സമ്പത്തിൻ്റെ ഉടമ അള്ളാഹു ആണ് എന്നതുകൊണ്ട് തന്നെ അള്ളാഹു ആണ് ആ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് ആ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് സമ്പാദിക്കേണ്ടതും ചെലവഴിക്കേണ്ടതും. നമ്മുടെ സമ്പാദ്യ മാർഗങ്ങൾ ശുദ്ധമായിരിക്കുക എന്നതാണ്. അത് സക്കാത്ത്, സ്വതക്ക, അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ചെലവ് തുടങ്ങിയ അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ സഹായിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുക എന്നതാണ്. നാലാമത്തെ ശരീരത്തെക്കുറിച്ചാണ്. അവൻ്റെ ശരീരത്തെക്കുറിച്ച് എന്ത് കാര്യത്തിനാണത് തൻ്റെ ശരീരം ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ കായിക ശേഷി, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ പ്രവർത്തനക്ഷമത നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ദേഹം കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇതിൽ പെടുന്നു. ആരോഗ്യമുള്ള ജീവിതം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. നമ്മൾ എന്തു ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ ബാധ്യതകൾ നിറവേറ്റാനും അള്ളാഹുവിനുള്ള ആരാധനകൾക്കും അള്ളാഹുവിന് വേണ്ടി ജീവിതത്തെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുന്നതിനും അപ്പം നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തെയും ഉപയോഗിക്കുക. പരലോക വിശ്വാസം എന്നത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളാവുന്നത്. അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തെ വിലയിരുത്തി തെറ്റുകൾ തിരുത്തിയും വീഴ്ചകൾ പരിഹരിച്ചും മുന്നോട്ട് പോകുക എന്നതാണ് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുന്നത്. അങ്ങനെ ബുദ്ധിയുള്ള ആളുകൾ ചെയ്യേണ്ടത് സ്വർഗീയ ജീവിതം ലഭിക്കാൻ ഈ ലോകത്തെ ഉപയോഗിക്കുക എന്നതാണ്. അള്ളാഹു നൽകിയ ഈ വിഭവങ്ങളും അനുഗ്രഹങ്ങളും, അതായത് ആയുസ്, വിജ്ഞാനം, സമ്പത്ത്, ആരോഗ്യം, അത് ഉപയോഗിച്ച് അവൻ ഇഷ്ടപ്പെടുന്ന ജീവിതം നയിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ് നമുക്ക് പരലോകത്തേക്ക് കരുതി വെക്കാവുന്ന ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് പറയുന്നത്. പരലോകത്തേക്ക് പിന്നെ 4 കാര്യങ്ങൾ ചോദിക്കാതെ അതിനുത്തരം ലഭിക്കാതെ ഒരു അടി പോലും മുന്നോട്ട് പോവുകയില്ല എന്ന് അള്ളാഹിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.